അപ്പോൾ ദേ രാവിലെ സമയം 7 മണിയായിട്ടുണ്ട്. ഇന്നലെ എത്തിയതാണ് കേട്ടോ. ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ രണ്ടുപേര് നേരത്തെ എത്തിയിട്ടുണ്ട്. ഇവര് ശരിക്കും പറഞ്ഞാൽ 7 മണിയൊക്കെ ആയപ്പോൾ വന്നതാണല്ലേ തലേദിവസം ഇന്നലെ. ആളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. കോപ്റ്റർ ബോയ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഈ വണ്ടികൾ ഇപ്പൊ നമ്മൾ മേടിച്ച വില്ലീസ് എവിടുന്നാന്ന് പറഞ്ഞാൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. കുറെ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ എവിടുന്നാണ് മേടിച്ചതെന്ന്. അപ്പോൾ ഈ ടൈപ്പ് വണ്ടികളുടെ കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതേ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കോപ്റ്റർ ബോയുടെ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഏതൊക്കെ വണ്ടികൾ എങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ കുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ശരിക്കും ബ്ലൂ ആയിരുന്നല്ലേ ആദ്യം? അല്ല, റെഡ് ആയിരുന്നു. ഓക്കെ, നല്ല പണി എടുത്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ വണ്ടിക്ക് അതിരിപ്പുണ്ട്. അപ്പൊ അവനെയും കൂടെ എടുത്തേക്കാം. സെബിച്ചൻ വരാൻ വേണ്ടിയൊക്കെ ഇരുന്നാണ് കേട്ടോ. പക്ഷെ സെബിച്ചൻ ഇന്ന് വീഡിയോയുടെ ഒരു പണിയുള്ളതുകൊണ്ട് അവൻ വന്നില്ല. ഭയങ്കര മിസ്സിംഗ് ആയിട്ട് അവിടെ ഇരിക്കണം കേട്ടോ. ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും സെബിച്ചൻ പറയും ഞാനും വരണ്ടായിരുന്നെന്ന്. പക്ഷെ ഇവരിവിടെ നേരത്തെ വന്ന് റൈഡിന് പോയിട്ടുള്ളതാണ് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം ഇവിടെ ഇതുപോലെ രാവിലെ വന്ന് റൈഡിന് പോയിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ ബാറ്ററീസ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് റിമോട്ടിന്റെ ബാറ്ററി തീരുവാണെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ ബാറ്ററി എടുത്തിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പത്തെ ട്രിപ്പ് നമ്മൾ പോയത് ലക്ഷദ്വീപിലായിരുന്നു കേട്ടോ. അന്ന് അത്യാവശ്യം അവിടെ നല്ല രീതിയിൽ ഞാൻ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ആ ബാറ്ററി തന്നെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വില്ലീസും സെറ്റ് ആയിട്ടുണ്ട്. ഈയിടെയായിട്ട് വണ്ടിക്ക് നല്ല ഓട്ടമാണ് കേട്ടോ. ഞാൻ വരാൻ വേണ്ടി ഇരുന്നൊന്നും അല്ല, ഇവിടെ എത്തിക്കഴിഞ്ഞാണ് ഗോപ്രനെ വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ കളയത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും മതിയെ സ്റ്റാർട്ട് ചെയ്യുവാണ്. പോയോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒറ്റക്കൈ കൊണ്ടാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ഒറ്റക്കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള സീൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് പെട്ടെന്ന് കൺട്രോളൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓടിക്കുമ്പോഴത്തേക്കിനും വല്ല വണ്ടിയൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇടപാട് തരും കേട്ടോ. അതുകൊണ്ട് കെയർഫുൾ ആയിട്ടാണ് ഓടിക്കുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം പ്രോ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അധികം വീഡിയോ എടുത്ത് സമയം കളയുന്നില്ല. കോപ്പർ അങ്ങ് മുമ്പിൽ പോയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ. കാരണം നമുക്ക് കോപ്പർ ഓടിക്കുന്ന കണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ 1 ഹാൻഡ് ഡ്രൈവ് ഒക്കെ പഠിച്ചതും ആള് പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ. സോറി, ക്യാമറ നോക്കി ഓടിച്ചതാണ്. കോപ്റ്ററിന്റെ വണ്ടി അതിലാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മളും കോപ്റ്ററിന്റെ വഴി തന്നെ പോവാണ് കേട്ടോ. ആണോ? അയ്യോ, ഞാൻ നിയമം തെറ്റിച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ ഈ കല്ല് കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് എടുത്തു വെച്ചു. അപ്പം കോപ്റ്റർ പറയായിരുന്നു ശരിക്കും കൈ കൊണ്ടൊന്നും നമ്മൾ വണ്ടി എടുക്കാൻ പാടില്ലെന്ന്. ഓക്കെ, ഇനി കൈ കൊണ്ട് വിടുന്നില്ല കേട്ടോ. ഇത്ര നേരം വലിയ കുഴപ്പമില്ലാത്ത ഡ്രൈവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ ഇതിനു മുമ്പ് വണ്ടി ഓടിച്ചിരുന്ന കോപ്റ്ററിന്റെ വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയായിട്ട് ശരിക്കും നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. നമ്മുടെ മിഷിഗൺ കയറി പോകുന്നുണ്ടോ? പുള്ളി അതൊക്കെ സിമ്പിളായിട്ട് കയറി പോകും. ഓ, ഇനിയിപ്പോൾ ഞാൻ ക്യാമറ നോക്കുന്നില്ല കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ വണ്ടി കയറത്തില്ല. എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ സ്റ്റക്ക് ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യുന്ന അത്ര പ്രോ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി പുറയിലാണ്. പക്ഷെ നമ്മുടെ മെഷീൻ അങ്ങ് പോയി കേട്ടോ. അവൻ്റെ വഴിയാണ് നമ്മൾ പിന്തുടരുന്നത്.
ചെടി അതിന് ഇടയ്ക്ക് കയറിയിരിക്കുക അല്ലേ? ഒരു തട്ട് തൊട്ടാ ക്വാർട്ടറിനെ വഴക്കുറയും. കറക്റ്റ് അതിൻ്റെ ചിലപ്പോൾ ഊരുമായിരിക്കും. കയറി പിടിച്ചിട്ടുണ്ട്. കറക്റ്റ് ഊരിപ്പോ. നല്ല ക്ലൈംബാണ് കേട്ടോ. വീഡിയോക്കകത്ത് എനിക്കൊന്നും അത്ര അത് മനസ്സിലാകത്തില്ല. ഇതുണ്ടോ, ഇതിനു മുമ്പ് ഞാനിവിടെ സെവിച്ചിൻ്റെയും കോപ്പറിൻ്റെ കൂടെ വന്ന സമയത്ത് കംപ്ലീറ്റ് ഇതിലൊക്കെ വെള്ളം ഒഴുകുമായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കിതിൽ നടക്കാനും ഭയങ്കര പാടായിരുന്നു കേട്ടോ. കോട്ടർ പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ. ആള് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഓടിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പതിയെ പതിയെ മുകളിലോട്ട് കയറാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വില്ലീസിന്റെ മോഡിഫിക്കേഷൻ എന്തായെന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും ഡിലേ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിന്റെ ബോഡിയിൽ വേറെ കാര്യങ്ങളൊന്നും ടച്ച് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിന് കുറെ ആക്സസറീസ് നമുക്ക് ഉണ്ടാക്കണമായിരുന്നു. അതിന്റെയൊക്കെ വർക്കിലാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫോർക്ക് ഷീറ്റ് ഒന്നും വെച്ചല്ല നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് PVC പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങൾ വെച്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, മാക്സിമം റിയലിസ്റ്റിക്കലായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ആകുന്നത്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളതൊക്കെ കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അധികം സംസാരിക്കാൻ പറ്റുന്നില്ല നടക്കുന്നതുകൊണ്ട്. എന്താണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വണ്ടിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുള്ള ഒരു സെറ്റപ്പാണ്. ണ്ട് ഇവിടെ നല്ലൊരു ക്ലൈംബാണ്. അപ്പൊ ഇവിടെ നമ്മുടെ വണ്ടിക്കുള്ളൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഇവിടെ കൊണ്ട് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ വണ്ടി പതിയെ പുറകിലോട്ട് വരും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, പക്ഷെ നമുക്ക് ഇതുപോലെ നമ്മൾ റിയൽ വണ്ടിക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ പാർട്സും കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതെല്ലാം നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യും. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്ന് ഇവർ വന്നപ്പോഴത്തേക്കിനും, അന്ന് സത്യം പറഞ്ഞാൽ ഇവരിവിടെ എത്തിയ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. ഇവർ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ. അന്ന് ഇവിടെ എല്ലാം വെള്ളം ഒഴുകുക, വെള്ളത്തിനകത്തൂടെ ഇവർ ഓടിച്ചോണ്ട് പോയി കയറി പോയതായിരിക്കും അല്ലേ. നോക്കാം. ഓ, കൂളായിട്ട് കയറിയോ? നല്ല നല്ല ഗ്രിപ്പ് കിട്ടി അല്ലേ. എന്നാലും ഇനിയും ടാസ്ക് ആണ് മുമ്പിലോട്ട്. അത് കുഴപ്പമില്ല, പക്ഷെ എനിക്കിതെല്ലാം ടാസ്ക് ആണ് കേട്ടോ. അത്ര കൂളായിട്ട് കയറ്റിക്കേണ്ടത്, പക്ഷെ എനിക്കിതൊക്കെ നല്ല ടാസ്ക് ആണ്. ഓ, കുഴപ്പമില്ല. പുല്ല് കയറി നല്ലതായിട്ട് ഉടക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ, കയറി പോകുന്നുണ്ട്. നമ്മൾ ഇതുവരെ കയറിയതിൽ ഏറ്റവും വലിയ ക്ലൈംബാണ് കേട്ടോ. വണ്ടി പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓ, ടാസ്ക് ആണ് കേട്ടോ. വണ്ടിയുടെ വീലൊക്കെ പൊങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പം അറിയുമെന്ന്. ഓ ഓ, അടിപൊളി. ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചു പോയി കേട്ടോ. ഞാൻ ഇടയ്ക്ക് അവളോട് പറയുമായിരുന്നു അടുത്ത് പോയി ഒന്ന് അറിയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു
പ്ലഷർ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഈ ഏരിയ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാകും കേട്ടോ. ഏർലി മോർണിംഗ് എന്നുള്ള ആ ഒരു ഫീല് ഭയങ്കര വൈബാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മുകളിലെത്തിയിട്ടുണ്ട്. ഇത് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഫുള്ള് പാറയാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ പാറയൊക്കെ അന്ന് എൻ്റെ വണ്ടി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒന്നും കയറത്തില്ലായിരുന്നു. ഞാൻ മാത്രം ഇങ്ങനെ പുറകെ നിന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇന്നിവിടെയൊക്കെ ഈസി ആയിട്ട് കയറി പോവും. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനും പിന്നെ അമലാണ് കേട്ടോ സെബിജൻ ഡിസ്കവറി ഓടിച്ചത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായിരുന്നു. ഇന്ന് പോകുന്ന നോക്കി ഒരു കുഴപ്പമില്ല, ആളെ അറിയുന്ന പോലും ഇല്ല കേട്ടോ, അങ്ങനെ അത്രയും വലിയ ക്ലൈംബാണ്. ഇന്നത്തെ യാത്രയുടെ അവസാനിച്ചെങ്കിലും ഇതൊരു പുതിയ തുടക്കമാണ് കേട്ടോ. ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് പ്രിയപ്പെട്ട പലരിലൂടെയും നമ്മളിലേക്ക് ആഗ്രഹങ്ങൾ എത്തിച്ചേരുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയ ഒരു ആഗ്രഹമാണ് കേട്ടോ ഈ കുഞ്ഞൻ വണ്ടികളിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലേറ്റായിട്ട് കിട്ടിയ ഈ ഒരു ചാൻസ് നമ്മൾ വേസ്റ്റ് ആക്കത്തില്ല കേട്ടോ. നമുക്ക് ഈ വണ്ടിയും കൊണ്ട് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയെല്ലാം നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യും. അതിൻ്റെയൊക്കെ നല്ല നല്ല മെമ്മറീസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനും ട്രൈ ചെയ്യാം കേട്ടോ.